നമസ്കാരം ഐക്യു മീഡിയ മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ മൂസ മുഹമ്മദ് ഇക്ബാൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിജയ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള സർക്കാർ എന്ന സിനിമയെക്കുറിച്ചാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ എനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കുക. ഒരുപാട് പേര് കമന്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ തയ്യാറാക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. തമിഴ് സിനിമാ ലോകത്തെ രണ്ട് സൂപ്പർ കോമ്പിനേഷനാണ് AR മുരുകദോസും വിജയും. ഇവർ ചേർന്ന് ഒരുക്കിയിട്ടുള്ള നമ്മുടെ തുപ്പാക്കി, അങ്ങനെ കത്തി തുടങ്ങിയിട്ടുള്ള സിനിമകളെല്ലാം തമിഴ് സിനിമാ ലോകത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള സിനിമയാണ്. തുപ്പാക്കിക്കകത്ത് ഒരു പട്ടാളക്കാരന്റെ വേഷത്തിലായിരുന്നു വിജയ് എത്തിയെങ്കിൽ കത്തിക്കകത്ത് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രം അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ ഒരുപാട് സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ കത്തി എന്ന സിനിമയിലൂടെ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ മുരുകദോസും നമ്മുടെ വിജയം ചേരുന്ന സമയത്ത് ഏറ്റവും മികച്ച സിനിമകളാണ് ഇതുവരെ പ്രേക്ഷകർക്ക് ലഭിച്ചിട്ടുള്ളത്. അവരുടെ മൂന്നാമത്തെ ചിത്രമാണ് ഈ ദീപാവലി, അതായത് 2018 ദീപാവലിക്ക് റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ലിറിക്കൽ വീഡിയോ ഒക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് സംഗീതം ചെയ്യുന്ന AR റഹ്മാനാണ്. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളത് ഈ സിനിമയുടെ പേര് തന്നെയാണ്. സിനിമയുടെ പേര് കൊടുത്തിരിക്കുന്നത് സർക്കാർ എന്നാണ്. അതായത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ തമിഴ് സിനിമാ ലോകത്തും അതുപോലെ തന്നെ തമിഴ് രാഷ്ട്രീയത്തിലും ഒരുപാട് ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഒരു സിനിമയായിട്ടാണ് സർക്കാരിനെ നമ്മൾ കാണുന്നത്. വേറൊന്നും കൊണ്ടല്ല, തമിഴ് രാഷ്ട്രീയം എന്ന് പറയുന്നത് സിനിമയുമായിട്ട് ഒരുപാട് അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു സംഭവമാണ്. അല്ലെങ്കിൽ രാഷ്ട്രീയവും സിനിമയും ഒന്ന് തന്നെയാണെന്ന് തന്നെ പറയുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അവിടെ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയം ഇല്ല, അല്ലെങ്കിൽ അവിടെ കൃത്യമായിട്ടുള്ള ഒരു നേതാവിനെ അവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സർക്കാർ എന്ന് പറഞ്ഞൊരു സിനിമയായിട്ട് വിജയ് വരികയും അതിനകത്ത് ഇതുവരെ കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച്, ഒരിക്കലും ഇത് കൺഫേം ആയിട്ടുള്ള ഒരു റിപ്പോർട്ടല്ല, നമുക്ക് പല മുഖ്യധാര പത്രങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയാൻ പോകുന്നത്. സർക്കാർ എന്ന് പറഞ്ഞുള്ള സിനിമയ്ക്കകത്ത് വിജയ് ചെയ്യുന്ന ക്യാരക്ടർ അവിടുത്തെ മുഖ്യമന്ത്രിയുടെ ഒരു ക്യാരക്ടറാണ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ അറിയാൻ സാധിക്കുന്നു. അതായത് ഇദ്ദേഹത്തിന്റെ കഥാപാത്രം USA വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. അതിനുശേഷം അദ്ദേഹം നാട്ടിലേക്ക് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് എത്തുന്നതും അവിടെ വെച്ചിട്ട് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതും അതിനുശേഷം ഇവിടെ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായിട്ട് മാറുന്നതൊക്കെയാണ് സിനിമയുടെ കഥ എന്നൊക്കെ അറിയാൻ സാധിക്കുന്നു. ഇതൊന്നും കൺഫേം ആയിട്ടുള്ള കാര്യമല്ല, പക്ഷെ നമുക്ക് പല വിശ്വസിക്കാൻ പറ്റുന്ന സോഴ്സിൽ നിന്നുമാണ് ഇതൊക്കെ അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് സർക്കാർ എന്ന് പറയുന്ന സിനിമ വെറുമൊരു സിനിമയാണുള്ള സാധ്യതകളില്ല. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാനുള്ള സാധ്യതകളുണ്ട്. കാരണം തമിഴ് രാഷ്ട്രീയത്തിൽ അത്രത്തോളം വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒരു സിനിമയായിരിക്കും എന്തായാലും അവിടെ നിർമ്മിക്കാനുള്ള ഒരു സാധ്യത സർക്കാർ എന്ന് പേരിട്ടുള്ള ഒരു സിനിമ കൂടി ആകുമ്പോൾ. അപ്പോൾ അതിൻ്റെ അകത്ത് തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് വിജയ് എത്തുവാണെങ്കിൽ അത് ഒരു ഓഡിയൻസിനെ കയ്യിലെടുക്കാൻ പറ്റുന്ന ഒരു മാസ് എന്റർടൈനർ സിനിമയായിരിക്കും എന്നുള്ളത് ഷുവറാണ്. അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഐഡിയാസും പോളിസീസും ഒക്കെ അദ്ദേഹം ഈ സിനിമയിലൂടെ ഒരു പക്ഷേ കാണിക്കാനുള്ള സാധ്യതകളും നമ്മൾ കാണുന്നുണ്ട്. ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന സിനിമാ ലോകം അവരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതായതുകൊണ്ട് തന്നെ ഇപ്പം ഒരുപാട് പേര്, ഇപ്പം നമ്മുടെ രജനീകാന്ത് ആയാലും കമൽഹാസൻ ആയാലും വിജയ് ഏകദേശം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതകൾ കാണുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ സിനിമയ്ക്ക് ഒരുപാട് പ്രസക്തിയുണ്ട്. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം തമിഴ് രാഷ്ട്രീയം അവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു എന്റർടൈൻമെന്റ് സിനിമ ലഭിക്കണം. വിജയ് എന്ന് പറഞ്ഞുള്ള താരത്തിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്റർടൈൻമെന്റ് സിനിമകളാണ്. അത്തരത്തിലുള്ള ഒരു സിനിമ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം AR മുരുകദോസ് അതുപോലെ തന്നെ AR റഹ്മാൻ വിജയ് കൂട്ടുകെട്ടാണ്. അങ്ങനെയുള്ള ഒരു സമയത്ത് നമുക്കൊന്നും പേടിക്കാനില്ല. സിനിമ ഷുവറായിട്ടും ഹിറ്റ് ആവുന്നുള്ള കാര്യത്തിൽ നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അവരുടെ ഒരു കൂട്ടുകെട്ട് അല്ലെങ്കിൽ കോംബോ എന്ന് പറയുന്നത് ഓൾറെഡി പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള ഒരു കോംബോ ആണ്. പിന്നെ ഈ സിനിമയ്ക്കകത്ത് കീർത്തി സുരേഷ്, വരലക്ഷ്മി തുടങ്ങിയിട്ടുള്ള താരങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് നല്ല താരങ്ങളൊക്കെ ഉള്ള ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് പ്രതീക്ഷയിലാണ്. ഏതായാലും ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കുറച്ച് കാലം കൂടി വെയിറ്റ് ചെയ്താൽ മതി. അപ്പം സിനിമയുടെ ട്രെയിലറും ടീസറും ഒക്കെ വരട്ടെ. ആ സമയത്ത് നമ്മൾ കൂടുതൽ വീഡിയോ ഒക്കെ ആയിട്ട് എത്തുന്നതായിരിക്കും. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സാധാരണ ചെയ്യുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ എനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കുക. ബൈ.